നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശബരിമല വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. SIT ഒരു കൃത്യമായ അന്വേഷണത്തിലെത്തിയിരിക്കുന്നു. പലവിധ കാര്യങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്തേക്ക് വരുന്നത്. സംഭവങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നിൽക്കുന്നില്ല, സുഹൃത്തിലേക്കുമൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. പല ഉന്നത ഉദ്യോഗസ്ഥരെയും പിടിക്കുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിൽ പല വൈരുദ്ധ്യങ്ങളുമാണ് വരുന്നത്. ഒരുപക്ഷെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതായിരിക്കാം. അതും ഈ അന്വേഷണ സംഘം കണ്ടെത്തുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അന്വേഷണ സംഘം ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരത്തിലാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ മന്ത്രിതലത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. ഈ ഒരു ആദ്യം ദ്വാരപാലക ശില്പം മാത്രവുമല്ല, ഈ സ്വർണ്ണ വാതിൽ, അതെ, വാതിലുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വലിയ കൃത്രിമത്വം മാത്രമല്ല, ഇതിൽ ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് നിലവിൽ ഈ പറഞ്ഞ സാക്ഷികളായിട്ടും ഒക്കെ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പലതും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഇത്ര ദിവസമായിട്ട് 4 ദിവസമായിട്ട് റിമാൻഡിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ആകെ ഇന്നലെ നടന്നിട്ടുള്ള റെയ്ഡ് മാത്രമാണ് എന്തെങ്കിലും ഒരു കൂടുതലായിട്ടുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ നിന്ന് ആകെ കുറച്ച് ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടൊന്നും തന്നെ ഉണ്ണീകൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോഴും ഉണ്ണീകൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ സ്വർണത്തിന്റെ പങ്ക് മുഴുവൻ കിട്ടിയവർ വേറെ പലരുമാണ്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ എനിക്ക് പങ്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ സ്വർണം തട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അത് കൊണ്ടുപോയി മറ്റുള്ളവരിൽ മുമ്പിൽ പ്രദർശിപ്പിച്ച് വിറ്റ് കാശ് വാങ്ങാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാതെ സ്വർണം അടിച്ചു മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അതായത് ഈ പാളിയിലെ സ്വർണം പല ആൾക്കാർക്കാണ് വീതിച്ചു കൊടുത്തിട്ട്, പക്ഷേ ഇതിന്റെ ബാക്കിയുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള കൊള്ള വിശ്വാസത്തിന്റെ പേരിൽ കൊള്ള നടത്താമെന്ന് വിചാരിച്ചാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോയത്. അല്ലാതെ ഇതിൽ മറ്റുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ജയറാം ഉൾപ്പെടെയുള്ളവരെ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ മറ്റ് ഉന്നതർ ഇടപെട്ടിട്ടാണ് സ്വർണം കടത്തുന്ന രീതിയിലേക്ക് എത്തിയത്. അത് പലർക്കും ഇതിൻ്റെ സ്വർണത്തിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, താൻ ഇര മാത്രമാണ്. വമ്പൻ കക്ഷികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ ചോദ്യ അന്വേഷണ ദശരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പഴയ ഒരു അഹങ്കാരമില്ലായിരുന്നു. പാവം പിടിച്ച് തല കുനിച്ച് നിൽക്കുന്ന, സഭ്യതയോട് പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് കാണാൻ സാധിച്ചു. പറഞ്ഞത്, എന്നെ കുടുക്കിയതാണ്, പിന്നിൽ പല വലിയ ആൾക്കാരും ഉണ്ട് എന്നുള്ളത്. അഡ്വക്കേറ്റ് ഉൾപ്പെടെ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിൽ വലിയ വമ്പന്മാരുണ്ട്, ഉടനെ അത് പുറത്ത് ഞങ്ങൾ കൊണ്ടുവരും, തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പം വമ്പന്മാർ ആരാണെന്നുള്ളതാണ് കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് വെറും ഒരു ചെറിയ നത്തോലി മാത്രം. അതിന്റെ ഇടയിൽ തിമിംഗലങ്ങളുണ്ട്. അതിന്റെയും ഏറ്റവും അവസാനം നീലത്തിമിംഗലവും ഉണ്ട്. ഈ നീലത്തിമിംഗലം ഉൾപ്പെടെ ഇപ്പോഴും നീന്തി തുടിച്ച് നടക്കുക എന്നല്ലാതെ, കാരണം ഒരിക്കലും തന്നിലേക്ക് എത്തില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെ ആയിരിക്കണം ഇപ്പോഴും ആ നീലത്തിമിംഗലം അവിടെ കളിക്കുന്നുണ്ടായിരിക്കുക. അതാരാണെന്ന് മാത്രം തീർച്ചയായിട്ടും കണ്ടു. ഈ SITയുടെ അന്വേഷണത്തില് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 98 വിജയമല്ലി കൊടുത്തത് 2.51 കിലോഗ്രാം സ്വർണ്ണമാണ്. അതാണ് വാതിലും ആ ഒരു ദ്വാരപാലക ശില്പം. ആ 2.51 കിലോഗ്രാം സ്വർണം 2019 മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ വാതിൽ സംഭാവന ചെയ്തു. ഇതിൽ എത്രയാണോ ഉണ്ടായിരുന്നത്? 324 ഗ്രാം മാത്രം. അതായത് പഴയ വിജയമല്ലി കൊടുത്ത ആ വാതിൽ 2.51 കിലോഗ്രാം സ്വർണത്തിന്റെ വാതിൽ അഴിച്ചെടുത്തു പുതിയ വാതിൽ പണിയാൻ. ആ പുതിയ വാതിൽ എത്രയാണ്? വെറും 324 ഗ്രാം ആണ്. ഈ ഗ്രാം ഇവിടെ കൊടുക്കുന്നു, നമ്മുടെ ശബരിമലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കണം. അപ്പോൾ പഴയ വാതിൽ ആരുടെ കൈ കൊടുക്കുന്നു? മുരാരി ബാബുവിൻ്റെ കൈ കൊടുക്കുന്നു. പക്ഷേ അത് കൃത്യമായി രേഖപ്പെടുത്തി ഇത് സ്വർണ്ണ വാതിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മഹസറിലില്ല, ചെമ്പൊന്നുമില്ല, അതിനകത്തൊന്നുമില്ല. ഇത്തരത്തിൽ ഈ പറഞ്ഞ മഹസറിൽ രേഖപ്പെടുത്താതെ ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോലും അറിയില്ല. അത് ഈ പറയുന്ന ആറന്മുളയിലാണോ അതോ ഇവിടുത്തെ സ്ട്രോങ് റൂമിലാണോ എന്നുള്ളത് അറിയില്ല. ഇനി റിപ്പോർട്ട് അമിക്കസ് ക്യൂറി പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ആ പാളി കൊണ്ടോ ഒറിജിനൽ സ്വർണ്ണപ്പള്ളി, ഒറിജിനൽ വാതിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദ്വാരപാലക ശില്പം മാത്രമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെമ്പ് തെളിഞ്ഞു കണ്ടതുകൊണ്ടാണ് ഇത് മാറ്റാൻ കൊടുത്തത്. കാരണം ഭക്തര് നാണയങ്ങളെല്ലാം എറിയുമ്പോൾ ഇതിന്റെ ഇടയിൽ ചെമ്പ് തെളിഞ്ഞു കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് സ്വർണം പൂശാൻ. അല്ല, 324 ഗ്രാമിന് കുഴപ്പമില്ല, 2 ഇത്ര കിലോ സ്വർണത്തിന്റെ ചെമ്പ് ഇത് തുറന്നു. ഈ ദ്വാരകപാല ശില്പം എന്ന് നമ്മൾ പറയുന്നത് അത് സ്വർണം പൂശലല്ല, അത് ഒരു പാളിയാണ്, തങ്കപ്പാളിയാണ്. അതിന് ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെമ്പ് തെളിഞ്ഞു വന്നു. കാരണം നാണയം എറിയുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് നാണയം കൊണ്ട് ചെമ്പ് തെളിഞ്ഞത് കാരണം ചെമ്പിന്റെ പാളിയായിരുന്നു, അത് ചെമ്പ് തെളിഞ്ഞു കണ്ടു. കാരണം സ്വർണ്ണ കളറ് പൂശി. അപ്പൊ അത് 2019 ഇത് കണ്ടത്, അതാണ് നമുക്ക് അതിശയം. ഇനി 2019 ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ 3 തിരുവാഭരണ കമ്മീഷണർമാരെയാണ് മാറ്റിയിരിക്കുന്നത്. 3 പേരെ അടുപ്പിച്ചടുപ്പിച്ച് മാറ്റി. അതിനും ചില കാര്യങ്ങളുണ്ട്. ദ്വാരപാല ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ജൂലൈയിൽ അഴിച്ചപ്പോൾ അന്നത്തെ തിരുവാഭരണ കമ്മീഷൻ ഹാജരായിട്ടില്ലായിരുന്നു. ഓഗസ്റ്റിൽ ചെന്നൈയിലെ പരിശോധനയ്ക്ക് അടുത്തയാളാണ് വന്നത്, അടുത്ത കമ്മീഷണർ വരുന്നു. ഡിസംബറിൽ 3ാമത്തെ കമ്മീഷൻ വരുന്നു. അതായത് അടിക്കടിക്ക് ഉണ്ടായ ഈ നിയമനങ്ങൾ പോലും ഇപ്പോൾ SITക്ക് വളരെ ദുരൂഹമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതായത് വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയത്. കൂടാതെ SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 3 പേരെ ഈ അടുപ്പിച്ച് എന്തിനു മാറ്റി എന്നുള്ളത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഈ കള്ളക്കടത്ത് നടക്കുമ്പോൾ, കള്ളക്കടത്ത് മീൻസ് സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നത് മുരാരി ബാബു തന്നെയാണ്. ശബരിമലയിൽ മാത്രമല്ല ഏറ്റുമാനൂരും വൈക്കത്തും ഒക്കെ ഈ മുരാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഇതേപോലെ തന്നെ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് എല്ലാം പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിൻ്റെ അത് തന്നെയാണ് പറയുന്നത്. തിരുനക്കര എഴുന്നള്ളത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പ്, അവിടെയെല്ലാം വൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇവിടുന്ന് ഇത്രയും വലിയ, ഇതുവരെ ഉണ്ടായതൊന്നുമല്ല, അതിനേക്കാൾ വലിയ സ്വത്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഒരു ഞെട്ടലോട് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം. മുരാരി ബാബുവിലേക്ക് തിരിഞ്ഞപ്പം ചില രാഷ്ട്രീയ നേതൃത്വവും ചില ഔദ്യോഗിക തലങ്ങളിൽ നിന്നൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇനി 1ാം പ്രതിയായിട്ട് വരാൻ മുരാരി ബാബു. കാരണം ഇത്തരത്തില് ഈ പറഞ്ഞ 3 കമ്മീഷണർമാരെ മാറ്റുന്ന ആ സന്ദർഭം 2019 എന്തിനു മാറ്റി? കാരണം ഈ വരുന്നവർക്കറിയില്ല ഇതിന് മുന്നേ നടന്നെന്തെന്ന്. മാത്രമല്ല ഇപ്പം പല ഉദ്യോഗസ്ഥരെയും ഇതിന്റെ പേരിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഇവർക്കും അറിയില്ല പലതും, ഇതിന്റെ പല കാര്യങ്ങളും എന്തൊക്കെ പോയി എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഇവരൊന്നും അറിയാണ്ട് മറ്റു ചില ആൾക്കാർ നടത്തി. അവർ വിചാരിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിയിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയാൽ, കാരണം സ്പോൺസറായിട്ട് വരുന്നതാണ്, കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് പുള്ളിക്കാരൻ ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീടാണ് ഈ സ്പോൺസറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിനെ സ്പോൺസറായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ തങ്ങളിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ ഇത് തിരിച്ചറിയപ്പെടില്ല ഒരിക്കലും എന്നുള്ള തോന്നലോ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞോണെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നതല്ലേ. അപ്പോൾ ആരെടുത്താലും ഞാൻ ഇതിനിടയ്ക്ക് നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ പോകുന്ന സമയത്ത് എൻ്റെ സഹോദരൻ എന്തെങ്കിലുമൊക്കെ കുറുക്കും, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കുറുക്കി സ്വന്തമായിട്ട് പാചകം. അപ്പോൾ തിരിച്ച് അമ്മ വരുമ്പോൾ ഉള്ള പഞ്ചസാരയൊക്കെ നഷ്ടപ്പെടുമ്പോൾ അമ്മ ചോദിക്കും ഇതാ, എന്നിട്ട് എനിക്ക് ഇത്ര ഒരു സ്പൂണും തരും. അമ്മ ചോദിക്കും ആരാ ഇത് ഈ മാതിരി പരിപാടി കാണിച്ചു വെച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും അവളും കൂടാ എന്ന് പറയാം. അപ്പം എനിക്ക് കിട്ടിയത് ഒരു സ്പൂണാണ്. അപ്പം ഇത്തരത്തില് അതിനകത്തുള്ള എല്ലാവരെയും ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, എല്ലാവർക്കും കുറേശ്ശെ തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പൊ ആരും പുറത്തു പറയാൻ പറ്റാത്തതാണ്. ഇതില് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷെ ഇതിനെല്ലാം ഉണ്ടാകുന്നത് ഇവരെല്ലാവരും ഉദ്ദേശിച്ചത് ശരിയായിരുന്നു. ഇദ്ദേഹത്തിനെ മറയാക്കിയാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിയാൽ ഒരിക്കലും ഈ രഹസ്യം പുറത്തു വരില്ല എന്ന അവരുടെ ചിന്ത കറക്റ്റായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത് വിളിച്ചു പറയുമെന്ന് വിചാരിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണപീഠം കാണാനില്ല, വിളിച്ചു പറയില്ലായിരുന്നു. അല്ല, സ്വർണ്ണപീഠം കാണാനില്ല പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അതാദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതാ അയ്യപ്പൻ തന്നെ പറയിപ്പിച്ചത്. എന്തിന്റെ കേടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അതുകൊണ്ട് കാര്യം അല്ല, അതുകൊണ്ടാണ് ഹൈക്കോടതി അത് നിരീക്ഷിച്ച് ഇത്രയും, ഹൈക്കോടതി ഈ ഒരു വിധി പുറപ്പെടുവിപ്പിച്ചപ്പോൾ പോലും ഇത്രയും നമ്മളാരും ശ്രദ്ധിച്ച ഒരു കാര്യമല്ല. പക്ഷെ പിന്നീടാണ് ഇത് ശ്രദ്ധിക്കുകയും ഒരു പക്ഷെ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞ് അവസാനം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു കിട്ടിയപ്പോഴാണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഒരു സ്വർണ്ണപീഠത്തിലൊന്നും ഇത് നിലനിൽക്കുന്നതല്ല,
കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം പോലും പോയേനെ. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിചാരിച്ചിരുന്നു. കാരണം അങ്ങ് മുഖ്യമന്ത്രി വരെ സൗഹൃദത്തിന്റെ തിരശ്ശീലയിൽ നിന്ന് കൊണ്ട് എന്തെങ്കിലും തന്നെ സംരക്ഷിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ആ അഹങ്കാരത്തിൽ ആദ്യമൊക്കെ സംസാരിച്ചിരുന്നത്. ഞാൻ കോടതി പറഞ്ഞോളാം, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടു. കാരണം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലായി എന്നെ മൊത്തത്തിൽ പെടുത്തി മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുത്തി, എന്നാൽ പിന്നെ എന്നെ പെടുത്തിയെങ്കിൽ ഇനി ആരും രക്ഷപ്പെടണ്ട എന്നുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായിട്ട് ഇപ്പോൾ പലതും അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലതും അദ്ദേഹത്തിന് നേരെ വരാതിരിക്കാൻ വൈരുദ്ധ്യമായിട്ടാണ് പറഞ്ഞത്. എന്നാൽ പലരുടെയും പേര് അവിടെ പറഞ്ഞു. അതിന് കാരണം ഉണ്ടാകുന്നത് ഇത് ഈ പിടിക്കപ്പെടും എന്ന് ഏകദേശം ഉറപ്പായ സമയത്താണ് അറസ്റ്റിന് തൊട്ട് മുൻപായിട്ട് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ വെച്ച് വളരെ എങ്ങനെയാണ് പിടിക്കപ്പെട്ടാൽ സംസാരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല കോച്ചിങ് കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ പലതും അതിൽ നിന്ന് വേണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിച്ചിട്ടാണ് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ എന്താണ് ഇയാൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം നല്ല പഠിച്ച കള്ളനായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത്. പഠിച്ച കള്ളനാണല്ലോ, അതുകൊണ്ട് അത് ഇത്രയും വലിയൊരു കൊള്ളത്തെ, അതും അന്ന് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിലേക്കൊക്കെ ഇനിയിപ്പോൾ അന്വേഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇതിന്റെ തൊട്ട് എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു വിശ്വാസി പറയുന്ന കേട്ട്, ഞാൻ എല്ലാ വർഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് അവിടെ ഈ പറഞ്ഞ അന്നദാനത്തിന് ഞാൻ കൊടുക്കും 6 ലക്ഷം രൂപയും കണ്ട ഒരു അന്നദാനം അങ്ങോട്ട് നടത്തുന്നതിനെ കണ്ട്. അപ്പോൾ അത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതുപോലെ എത്ര പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഒരാൾ കൊടുക്കുമ്പോൾ മറ്റേ ആൾ അറിയത്തില്ലല്ലോ ഇന്ന ദിവസം ഫില്ലിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചെടുത്തു. എല്ലാം എന്ന് വെച്ചാൽ ഈ നെയ്യ് മുതൽ തേങ്ങ മുതൽ എല്ലാ കാര്യത്തിനും അടിച്ചു മാറ്റി വിശ്വാസികൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൊട്ടും പൊടിയും എല്ലാം അടിച്ചു മാറ്റി സുഭിക്ഷമായിട്ട് അവിടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കമ്മീഷണർമാരും ഈ പോറ്റിയും അടക്കം സുഖസമൃദ്ധമായിട്ട് മന്ത്രിതലത്തിലുള്ളവരും ജീവിച്ചു പോകുന്നു. അയ്യപ്പനെ വിറ്റ് ജീവിച്ചു എന്ന് നമുക്ക് ജീവിച്ചു. പക്ഷെ അതിൽ എനിക്ക് വളരെ സമാധാനമുള്ള ഒരു സംഭവമുണ്ട്. ഇനി ആരും ചോദിക്കില്ല ശബരിമലയിൽ അയ്യപ്പനുണ്ടോയെന്ന്. കാരണം അന്ന് സ്ത്രീ പ്രവേശന സമയത്തും എല്ലാം തന്നെ ആൾക്കാർ ചോദിച്ചിരുന്നതാണ് ഈ അയ്യപ്പൻ ആരാണ്, അയ്യപ്പൻ എന്നുണ്ടോ, ശാസ്താവാണോ, അയ്യപ്പനാണോ, ദൈവമുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ആരും അത് ചോദിക്കില്ല. കാരണം ഇതിൽ ഏറ്റവും മിറാക്കിളായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം തിരിച്ചേൽപ്പിച്ച് ഇത് തുലാം 1-ാം തീയതി ഈ വൈകുന്നേരത്താണ് ഇത് അവിടെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടത്. മറ്റേ ദ്വാരകപാലർക്ക് ഇത് വെച്ചു കൊടുക്കേണ്ടത്. ആ തുലാമാസം 1-ാം തീയതി പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2:30 മണിയോടുകൂടി, പുലർച്ചെ 2:30 മണിയോടുകൂടി തന്നെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ശബരിമലയിൽ ഉണർന്ന് പൂജ തുടങ്ങേണ്ട സമയം വരുന്ന ആ സമയത്ത് തന്നെയാണ് പോറ്റിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ആ സ്വർണ്ണപ്പാളി ഈ ദ്വാരപാലകർക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊരു വളരെ മിറാക്കിളായിട്ട് തന്നെയാണ് ഞാനതിനെ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അയ്യപ്പൻ അങ്ങനെ ഒരു മിത്തല്ല എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തായാലും അയ്യപ്പനായാലും ബാബരായാലും ശിവനായാലും എന്തായാലും അവിടെ ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇപ്പോൾ. ഇത് മറ്റൊരു കാര്യം, ഇപ്പൊ SIT നിലവിൽ നമുക്കൊരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെയാണല്ലോ. പക്ഷെ ഇതിൽ ആരെങ്കിലും ഒക്കെ വ്യക്തികൾ പിണറായി ചായ്വോടുകൂടി എന്തെങ്കിലും ഒരു ചതിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു അന്വേഷണം ട്വിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും തൃപ്തികരം തന്നെയാണ്. പക്ഷേ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് താഴോട്ട് മാത്രം അന്വേഷിക്കാതെ മുകളിലോട്ട് തീർച്ചയായിട്ടും പിടിക്കേണ്ടത് പക്ഷെ അത് ഏത് രീതിയിൽ ട്വിസ്റ്റ്. കാരണം ഒരാളെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അങ്ങ് പ്രതിയാക്കിക്കൊണ്ട് ഇവർക്ക് അത് നടക്കില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു കഴിഞ്ഞു പലരും ഉണ്ടെന്ന്, പലരുടെയും പേരുകളും പുറത്തു വന്നു കഴിഞ്ഞു, ഒരുപാട് പേരുടെ പേരുകൾ പുറത്തു വന്നു. പക്ഷെ നമുക്കറിയാം ശിവശങ്കറൊക്കെ ഇത്തരത്തിൽ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ശിവശങ്കറൊക്കെ പിന്നെ ട്വിസ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുന്ന സ്വന്തം നിലയിൽ എല്ലാം അങ്ങ് ഏറ്റെടുക്കുന്ന രീതി നമ്മൾ കണ്ടു. പാവം ആ പ്രായം ചെന്ന മനുഷ്യൻ എല്ലാ സംഭവങ്ങളും അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇത്രയും പേരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. മുരാരി ഏറ്റവും പ്രധാനപ്പെട്ട മുരാരിയാണ്. പിന്നെ അത് കഴിഞ്ഞ് D സുധീഷ് കുമാർ, മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന K സുനിൽകുമാർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വിരമിച്ച S ശ്രീകുമാർ, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, RG രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ
ഇത്രയും പേരുടെ പേര് ഇപ്പൊ തന്നെ എന്നാലും പുറത്ത് വന്നു മുകളിലോട്ടുള്ള കഴിഞ്ഞു. പേരുകളാണല്ലോ. ഇനി അതിൽ അപ്പുറത്തുള്ളവരുടെയാണ് ഇതിലും മീതുള്ള ആൾക്കാരുടെ. അതെ അതെ, അതാണ് വരേണ്ടത്. കാരണം ആരെങ്കിലും ഒരാൾ പുറത്ത് പറയാതിരിക്കില്ല. 2019 ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു ഈച്ച പോലും അകത്ത് കടക്കാതിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇവർ ഇതെല്ലാം അടിച്ചു മാറ്റി പ്രീ പ്ലാൻഡ് ആയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട്. ഈ അടിച്ചു മാറ്റുന്ന സമയത്തുള്ള കമ്മീഷണർ അല്ല പിന്നീട് വരുന്നത്. ആ വ്യക്തി അറിയുന്നില്ല, ഇതിൽ മഹസറിൽ പലതും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും ഈ കൊള്ള ആവർത്തിക്കുന്നു. ഇതിൽ നിന്ന് ഓരോ കിലോ എത്രയാണോ ഊറ്റാവുന്നത് അത്രയും സ്വർണവും ഊറ്റി പലർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പോറ്റി ഇത് വിശ്വാസത്തിന്റെ പേര് പലയിടത്ത് പ്രദർശനം ചെയ്ത് അതിൽ നിന്ന് പോറ്റി അടിച്ചു മാറ്റി, അതായത് മൊത്തത്തിൽ അടിച്ചു മാറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിന്റെ കാര്യം നമുക്കറിയാം. 1200 ക്ഷേത്രങ്ങൾ ഉള്ളതിൽ 5-6 ഉള്ളൂ ഇത്തരത്തിൽ നമുക്ക് പണം കിട്ടുന്നത്, അത്യാവശ്യം വരുമാനമുള്ളത്. ശബരിമലയും ഗുരുവായൂരൊക്കെ കൊണ്ടാണ് അതെ മറ്റുള്ള ക്ഷേത്രം. അപ്പൊ ഈ വരുമാനമുള്ള 5-6 ക്ഷേത്രം പോലും നന്നായിട്ട് നോക്കാൻ അറിയാത്ത, നമുക്കിപ്പോൾ ഒരു നല്ലൊരു ബിസിനസ്മാന് എത്രയോ ബ്രാഞ്ചുകൾ കാണും, അതുപോലും നോക്കാൻ പറ്റാത്ത ദേവസ്വം മന്ത്രി അല്ലല്ലോ. നമുക്ക് അങ്ങനെ ദേവസ്വം മന്ത്രി അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് എന്താണ് ജോലി? വേറെ ക്ഷേത്രങ്ങളിൽ പോകാൻ, വേറെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ഈ 5-6 ക്ഷേത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കേണ്ടുന്ന ചുമതല അദ്ദേഹത്തിനുണ്ട്. അതിന്റെ കണക്കുകളും അതിന്റെ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കണ്ട. ഇപ്പൊ ഗുരുവായൂരിൽ നിന്ന് വരുന്നേ, അവിടെ പലതും ഓഡിറ്റിംഗ് ഇല്ല, പലതും കണക്കുകളില്ല, പല വരുന്ന വസ്തുക്കൾ രേഖപ്പെടുത്തുന്നില്ല, പല ആൾക്കാർക്ക് റെസിപ്റ്റ് കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ഒരു സ്വർണ്ണ വിളക്ക് കൊടുത്ത ആർക്കും റെസിപ്റ്റ് ഇല്ല. അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കാര്യമാണ്, ക്ഷേത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ വർഷങ്ങളായിട്ട് ഇതിനും വലിയ കൊള്ളയാണ്. മാത്രമല്ല ഈ ദ്വാരപാല ശില്പം ഉരുക്കിയെടുത്തതുപോലെ അവിടെയും പല വിളക്കുകളും പല തളികകളും അവിടെ സ്വർണ്ണ തളികയൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെ ഉരുക്കിയെടുത്തിട്ട് 2 കിലോ വരുന്നത് തിരിച്ചു വരുമ്പോൾ ഗ്രാമുകളേ ഉള്ളൂ, പൂശിയത് ചെറിയ ഗ്രാമുകളേ ഉള്ളൂ. ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഈ കൊള്ള ഒരിടത്ത് മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കാൻ അറിയാത്ത അല്ലെ നന്നായിട്ട് നോക്കാൻ അറിയാത്ത മന്ത്രിമാർ എന്തിനാണ് ഇരിക്കുന്നത്? അപ്പൊ ഇതൊന്നും മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള കണ്ണുകൾ മാത്രമാണ് ദേവസ്വം മന്ത്രിക്കുള്ളത്. അറ്റ്ലീസ്റ്റ് 6 ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ 7 ക്ഷേത്രങ്ങളെങ്കിലും നോക്കാൻ കഴിവുള്ള ഒരു മന്ത്രി ആയിരിക്കണമല്ലോ. അപ്പൊ കഴിവില്ലാത്തവരല്ലല്ലോ ഈ CPM നേതാക്കന്മാരായിട്ടുള്ളവർ. അപ്പൊ ഇത് ശബരിമല നോക്കിയിട്ടില്ല, മന്ത്രി അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടില്ല എന്ന് പറയാം. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയെ തന്നെയായിരിക്കാം കടകംപള്ളി എന്ന മന്ത്രി അന്നത്തെ സമയത്തുണ്ടായിരുന്നത്. മന്ത്രി അറിയാണ്ട് അവിടുന്ന് ശില്പം പാളി ഇളക്കാനോ അത് ഈ വിഷയം നിൽക്കുമ്പോൾ CPMന് മറ്റൊരു വിഷയവും കൂടെ കൊടുക്കാതിരിക്കാൻ അല്ലെ അവർ പരമാവധി ശ്രമിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഇത് ഇളക്കിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി ഒന്നും അറിയാണ്ടൊന്നും ഇളക്കത്തിൽ ഊറ്റത്തുമില്ല. അപ്പം അവിടെ നടന്നിട്ടുണ്ട്. അതിനി കൃത്യം അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. SITയുടെ അന്വേഷണം അത് ഏതൊരു തരത്തിലാവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതേ രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു അന്വേഷണമാണെങ്കിൽ തൃപ്തികരമാണ്. കാരണം ഇനിയെങ്കിലും അയ്യപ്പനെ ഒന്ന് പരിപാലിക്കാൻ വരുന്ന അയ്യപ്പൻ തന്നെ കാക്കട്ടെ. അല്ല ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നോണ്ട് ഇടയ്ക്ക് ഒരു ട്രോള് കത്ത് ഞാൻ കണ്ടു. പത്മനാഭസ്വാമിക്ക് അയ്യപ്പൻ എഴുതിയത്, പത്മനാഭ എൻ്റെ കാര്യം പോക്കടിച്ച് നീയെങ്കിലും നീനെ ഇനി കാത്തോളണേ എന്നുള്ളത്. എന്തായാലും പത്മനാഭന്റെ സ്വത്ത് ഇതുവരെ ഉണ്ട്, ഇനി അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ അതില്ല. അതെന്തായാലും ട്രസ്റ്റ് വഴി ആയതുകൊണ്ട് കുറച്ച് ഏതായാലും ഈ പറയുന്ന ദേവസ്വം ബോർഡൊക്കെ വെറുതെയാണ്. ഇവരെയൊക്കെ പിരിച്ചു വിട്ടിട്ട് വിശ്വാസികളുടെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ കൊടുക്കട്ടെ, അത്രയെങ്കിലും രീതി. അല്ലാതെ ഇത് വിശ്വാസം ഇല്ല. ദേവസ്വം ബോർഡ് വേണം, പക്ഷെ ദേവസ്വം ബോർഡിലുള്ളത് കുറച്ച് വിശ്വാസികൾ വേണം. ഇത് മൊത്തം അവിശ്വാസികളാണ്. വിശ്വാസമുണ്ട്, വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അത് എടുക്കുമ്പോൾ ഈ കക്കുമ്പോൾ കഴിക്കുമെന്ന് പറയുന്നത് പോലെ കൈ വരയ്ക്കുന്നു. ഇവർക്കൊന്നും കൈയും ഇല്ല കാലും വരയ്ക്കത്തില്ല. ഇവർ മൊത്തത്തിൽ മുച്ചൂട് എടുക്കാനായിട്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് എന്താ പറയുക, നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലേക്കുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇനി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം മറ്റേ പഴയ വാതിലുണ്ടോന്നു. ദ്വാരപാല ശില്പം എന്തായാലും പോയി. ഇനി മറ്റേ വാതിലും മുരാരി ബാബുവിൻ്റെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിനി എന്തായാലും ആറന്മുള ക്ഷേത്രത്തിലില്ല. ഇനി ലോക്കറിൽ വല്ല ഉണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ആരൊക്കെ പെടും എന്നുള്ളത്.